അപ്പോൾ രാവിലെ തന്നെ അവൾ ഫോണും കൊണ്ട് വന്ന് ഉണർത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇവിടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. പക്ഷെ അവൾ ക്യാമറയുടെ മുന്നിൽ വരത്തില്ല ഗൈസ്, അവൾ ഒരുങ്ങിയിട്ടേ വരത്തുള്ളൂ. ഇതാണ് ഗൈസ് അവളെ നിങ്ങൾക്കറിയാം, ചലഞ്ചൊക്കെ ചെയ്ത് എൻ്റെ ഉപ്പൊക്കെ തിന്ന് ഛർദ്ദിച്ചവളാണവൾ. രാവിലെ തന്നെ വന്ന് വിളിച്ചുണർത്തി. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആവും. ഈ പാത്രത്തിൻ്റെ തണം കണ്ടാലും സംശയിക്കരുത്. നമ്മൾ കോഫി ഇടാണ് രാവിലെ. പഞ്ചസാര ഇട്ടു, കോഫി ഇട്ടു, ചായ റെഡി. അപ്പോൾ കൊള്ളൂലേലും കുടിച്ചോളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കൊള്ളൂലെങ്കിൽ ഞാൻ കൊള്ളാന്നേ പറയത്തുള്ളൂ. മറ്റൊന്നിൽ ചേർക്കൂ. ഓക്കെ, ഒന്നും ഇല്ലായിരുന്നു, വെറുതെ അരിച്ച്. ഗൈസ്, കോഫി റെഡി. കോഫി കൊള്ളാമെന്ന് പറയാൻ പറഞ്ഞു. ഗൈസ്, ഇന്ന് രാവിലത്തെ ഫുഡ് വിഭവ സമൃദ്ധമാണ്. ചായ, ചിക്കൻ കറി, കോഫി, മുട്ടക്കറി, ചമ്മന്തി. പക്ഷെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പുട്ടുണ്ട്. ഗൈസ്, ഇതാണ് പുളിമുട്ടായി, നൊസ്റ്റു സാധനം. ഈ സാധനം എനിക്കിഷ്ടമല്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ പിള്ളേർ ഇങ്ങനെ പുളിമുട്ടായൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിലിപ്പോൾ എന്തോ ഇത്ര ഇരിക്കുന്നതെന്ന്. ഒരുമാതിരത്തെ ടേസ്റ്റാണ് ഗൈസ്, പുളിപ്പും മധുരവും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യും. നിനക്കിഷ്ടമാണോ? അല്ല. അപ്പോൾ കൂട്ടുകാരി വീട്ടിൽ പോയി കൂട്ടുകാരി ഒരുക്കാതെയൊക്കെ എങ്ങനെ വരും? അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവളൊന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ടി കയറി. ഹായ് ശ്രദ്ധ, നിന്റെ ഈ ക്ലിയർ സ്കിന്നിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരുമോ? ക്ലിയർ സ്കിന്നിന്റെ സീക്രട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കൂ ഗായ്സ്. ഇതേപോലെ 24 മണിക്കൂർ പുട്ടി അടിച്ചുകൊണ്ട് നടന്ന ഇതേപോലെ കുരുവും രോമമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും ഗായ്സ്. ഒന്നും ചെയ്യാതിരിക്കൂ, അപ്പോൾ ക്ലിയർ സ്കിന്ന് നിങ്ങൾക്ക് സാധനേ കിട്ടിക്കോളും. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ പറയണ ആളുടെ മുഖത്തൊട്ട് രോമം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പഠിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ അവൾ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പൈസ കളയണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് എന്ത് വൃത്തിയുള്ളൊരു ബ്ലേഡ് എടുത്തു. സിറോണയുടെ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലേഡ് 3 ടൈമേ നമുക്ക് യൂസ് ചെയ്യാം. അത് ഇനി ഇൻഫെക്ഷൻ വരുന്നത് കേട്ടിട്ടുണ്ട്. കാർമേസിലാണ് കുറേ കൂടെ നല്ലത്. അപ്പം നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു വെട്ടം വരെ നമുക്ക് കാണാൻ പറ്റും. മുന്നേ എങ്ങനെയാണോ വളർച്ച ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരത്തുള്ള കാലത്ത് എടുക്കുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓവറായിട്ട് ഹെയർ ഗ്രോ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. വളരും തോറും എടുത്തു കൊടുക്കുക. 2 ആഴ്ചയ്ക്ക് കൂടുമ്പം ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മന്തി ഗൈസ്, മന്തി. അപ്പോൾ ഉച്ചയായപ്പോൾ അങ്ങോട്ടൊരു വിശപ്പ് അങ്ങോട്ട് വന്നു. ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിക്കാനുള്ള വിശപ്പല്ലായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ നേരെ സ്വിഗ്ഗി എടുത്തു, ഇറാനിയിൽ നിന്ന് മന്തി ഓർഡർ ചെയ്തു. കുറച്ച് സാലഡും ഈന്തപ്പഴ അച്ചാറുണ്ടായിരുന്നു, അച്ചാറും മന്തിയുടെ പീസും മയണൈസും ഒക്കെ കൂട്ടി ഒരു ആഹാ. ഒരടിയും ബോളൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എനിക്ക് ബ്രസ്റ്റാണ് ഏറ്റവും ഇഷ്ടം, കാരണം അതിൽ കുറേ പീസ് ഉണ്ടല്ലോ. അവൾക്ക് ലെഗാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് ലെഗിൽ നിന്നുള്ള പീസ് ഇഷ്ടമാണ്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം അവൾക്ക് ബ്രസ്റ്റിൽ നിന്നുള്ളതും വേണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. മന്തി കഴിച്ച ക്ഷീണത്തിലൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ സിനിമ കാണാൻ തോന്നി. അപ്പോൾ നേരെ ഓഫീസറും ഡ്യൂട്ടി കാണാനാണ് പോയത്. നല്ല സിനിമയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന് തോന്നി. വാർത്തയൊക്കെ കണ്ടിട്ട് ഈ സിനിമയോടൊന്ന് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു വൗ ഫീലായിരുന്നു. സിനിമ നല്ല സിനിമയായിരുന്നു. തിരിച്ച് നേരെ ആൾ വീട്ടിൽ വന്നു, വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. ഉത്സവ സീസൺ ആകുമ്പം പ്രത്യേക ഒരു പോസിറ്റിവിറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഷാർജ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെല്ലാവരുടെ ചേട്ടൻ പഞ്ചസാര, ബദാം, കപ്പലണ്ടി എല്ലാം കൂടെ അടിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പൊടിയാക്കി വെച്ചിട്ട് പിന്നീട് ഇതുപോലെ ചെയ്ത് ഇത് നിങ്ങൾ അനുകരിക്കുമ്പോൾ കവർ പൊട്ടാണ്ട് സൂക്ഷിക്കുക. ഇതാണ് കേസ് അവളുടെ വൈബ് ചേട്ടൻ, ഭയങ്കര വൈബാണ് ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാല് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇടും. ഷാർജ റെഡി. പഴം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ പഴമില്ലാത്ത ഷാർജയായിരുന്നു ഉദ്ദേശിച്ചത്. ഷാർജ ഉള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.